ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സാഹിത്യ പുരസ്കാരമാണ്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത മലയാള കവി കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മലയാള കവി കെ സച്ചിദാനന്ദനാണ്. അങ്ങനെയാണെങ്കിൽ 2019 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് UN ഖാദറിനാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. 2019 പുരസ്കാരവും അതുപോലെ തന്നെ 2020 പുരസ്കാരവും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന്റെ പേര് മൂവ് ബന്ദ് രഖോ എന്നാണ്. സൈബർ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായിട്ട് HDFC ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിനാണ് മൂവ് ബന്ദ് രഖോ എന്നുള്ളത്. അപ്പോ മൂവ് ബന്ദ് രഖോ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് HDFC ബാങ്ക് ആണ്. സൈബർ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ HDFC ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. നിലവിലെ MD ആൻഡ് CEO ശശിധർ ജഗദീഷിനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബഹിരാകാശ പേടകത്തെ പറ്റിയാണ്. അതിന്റെ പേര് ക്രൂ ഡ്രാഗൺ എന്നാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ, പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ അമേരിക്കയിലെ തന്നെ പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ സ്പേസ് എക്സിന്റെ സഹകരണത്തോടുകൂടി ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ബഹിരാകാശ പേടകമാണ് ക്രൂ ഡ്രാഗൺ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാം, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ സ്പേസ് എക്സിന്റെ സഹകരണത്തോടുകൂടി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ എത്തിച്ച ബഹിരാകാശ പേടകമാണ് ക്രൂ ഡ്രാഗൺ എന്നുള്ളത്. നാസയുടെ ആസ്ഥാനം നമുക്കറിയാം. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആണ്. നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസിനാണ്. അങ്ങനെയാണെങ്കിൽ സ്പേസ് എക്സിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? അമേരിക്കയിലെ കാലിഫോർണിയയിലാണ്. സ്പേസ് എക്സിന്റെ ഫൗണ്ടറും CEO ആയിട്ടുള്ള വ്യക്തി ഇലോൺ മസ്ക് ആണ്. അപ്പൊ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. സ്പേസ് എക്സിനെ കുറിച്ചുള്ള ന്യൂസുകൾ നമ്മൾ ഇടയ്ക്കിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പേസ് എക്സുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആമസോൺ ഇന്ത്യയെ പറ്റിയാണ്. 2020 നവംബറിൽ ആമസോണിൽ വിൽപ്പന നടത്തുന്ന 7 ലക്ഷത്തിലധികമുള്ള വിൽപ്പനക്കാരുടെ ഉന്നമനത്തിനായിട്ട് ആമസോൺ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പോൾ ഓരോ വിൽപ്പനക്കാരുടെയും പ്രകടനത്തിനനുസരിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്റ്റെപ്പ് എന്നുള്ളത്. ആരംഭിച്ചിരിക്കുന്നത് ആമസോൺ ആണ്. ആമസോണിന്റെ CEO ആരാണ്? ജെഫ് ബെസോസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയൊരു പുരസ്കാരമാണ്. അതിന്റെ പേര് ലീലാവതി അവാർഡ് എന്നാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ മേഖലകളിലെ പ്രവർത്തന മികവിന് നൽകുന്ന പുരസ്കാരമാണ് ലീലാവതി അവാർഡ്സ്. അപ്പോൾ ലീലാവതി അവാർഡ്സ് വിതരണം ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നിലവിലെ AICTE ചെയർമാൻ ആരാണ്? പ്രൊഫസർ അനിൽ സഹസ്രാബ്ദയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഐക്കൺ ഓഫ് പഞ്ചാബായിട്ട് നിയമിച്ച ബോളിവുഡ് താരമാണ് സോനു സൂദ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ സോനു സൂദിന്റെ ആത്മകഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സോനു സൂദിന്റെ ആത്മകഥയുടെ പേരാണ് ഐ ആം നോ മിസയ എന്നുള്ളത്. അപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റീസെന്റ് ആയിട്ട് സ്റ്റേറ്റ് ഐക്കൺ ഓഫ് പഞ്ചാബായിട്ട് നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ബോളിവുഡ് താരം സോനു സൂദിനെയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയെ പറ്റിയാണ്. ഗൂഗിളിന്റെ നേതൃത്വത്തിലുള്ള ഗൂഗിൾ ഇൻക്യുബേറ്റഡ് എഡ്യൂക്കേഷൻ ഫീ ഫിനാൻസിംഗ് കമ്പനിയായ ഫിനാൻസ് പിയറിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായിരിക്കുന്നത് രോഹിത് ശർമ്മയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫീ ഫിനാൻസിംഗ് കമ്പനിയായ ഫിനാൻസ് പിയറിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് 2020 നവംബറിൽ നിയമിതനായിരിക്കുന്നത് ആരാണ്? ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള മറ്റ് കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIFL ഫിനാൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് ബ്രാൻഡായ ഡോക്ടർ ട്രസ്റ്റ്, അതുപോലെ സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ ഇന്ത്യൻ ചാപ്റ്ററായ ലാലിഗ ഇന്ത്യ, അതുപോലെ UAE ബേസ്ഡ് ക്രിക്കറ്റ് അക്കാദമിയായ ക്രിക്ക് കിങ്ഡം അക്കാദമി, സ്പെക്സ് ബ്രാൻഡായ ഓക്ലെ, അതുപോലെ തന്നെ വേഗയുടെ മെൻസ് ബ്രാൻഡ് തുടങ്ങിയവയൊക്കെ ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയെ പറ്റിയാണ്. ചെന്നൈ ആസ്ഥാനമായുള്ള ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതയായിരിക്കുന്നത് സ്മൃതി മന്ദാനയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, ചെന്നൈ ആസ്ഥാനമായുള്ള ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയാണ്. റീസെന്റ് ആയിട്ടായിരുന്നു വിമൻസ് T20 ചാലഞ്ച് നടന്നത്. വേദി ഏതായിരുന്നു? UAE ആയിരുന്നു. വിമൻസ് T20 ചാലഞ്ചിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു? ജിയോ ആയിരുന്നു. അപ്പോൾ വിമൻസ് T20 ചാലഞ്ചിൽ വിജയികളായ ട്രയൽ ബ്ലേസേഴ്സ് ടീമിന്റെ ടീം ക്യാപ്റ്റനും സ്മൃതി മന്ദാനയാണ്.
അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ചെന്നൈ ആസ്ഥാനമായുള്ള ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റിയാണ്. വനിതകൾക്കായിട്ട് ആരംഭിച്ച പുതിയ സേവിങ്സ് അക്കൌണ്ട് സ്കീം ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വനിതകൾക്കായിട്ട് ആരംഭിച്ച പുതിയ സേവിങ്സ് അക്കൌണ്ട് സ്കീമാണ് ഇവ എന്നുള്ളത്. അപ്പൊ ഇവ എന്നുള്ളത് ഒരു സേവിങ്സ് അക്കൌണ്ട് സ്കീമാണ് ആരംഭിച്ചിരിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായുള്ള ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പൊ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ആസ്ഥാനം ചെന്നൈ ആണെന്ന് പറഞ്ഞു. നിലവിലെ MD ആൻഡ് CEO വസുദേവൻ പാതങ്കി നരസിംഹനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പർഭാനി ജില്ലയിലെ ജയ് ഭവാനി വിമൻസ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ മില്ലിനെ പറ്റിയാണ്. ഏഷ്യയിലെ ആദ്യ സോളാർ പവർ എനേബിൾഡ് ടെക്സ്റ്റൈൽ മില്ലാണ് ജയ് ഭവാനി വിമൻസ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ മില്ല്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യയിലെ ആദ്യ സോളാർ പവർ എനേബിൾഡ് ടെക്സ്റ്റൈൽ മില്ലാണ് ജയ് ഭവാനി വിമൻസ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ മില്ല്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ പർഭാനി ജില്ലയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനെ പറ്റിയാണ്. WHO ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ 147ാം സെഷന് അധ്യക്ഷത വഹിച്ച വ്യക്തി ഡോക്ടർ ഹർഷവർദ്ധനാണ്. അപ്പൊ ഇന്ത്യക്കാണ് നിലവിൽ ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാൻഷിപ്പ് പദവി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ 147ാം സെഷനാണ് റീസെന്റ് ആയിട്ട് നടന്നത് 2020 നവംബറിൽ. അപ്പോൾ ആ സെഷന് അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ ഹർഷവർദ്ധനാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 നവംബറിൽ നടക്കുന്ന മലബാർ എക്സർസൈസിനെ പറ്റിയാണ്. സംയുക്ത നാവികാഭ്യാസമായ മലബാർ എക്സർസൈസിനെ പറ്റിയാണ്. 2020 മലബാർ എക്സർസൈസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, അതുപോലെ ഓസ്ട്രേലിയ. അപ്പോൾ 2020 മലബാർ എക്സർസൈസിന്റെ ഫേസ് 1ന്റെ വേദിയായിരുന്നു ബംഗാൾ ഉൾക്കടൽ, ഫേസ് 2ന്റെ വേദി അറബിക്കടലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കാം. മലബാർ എക്സർസൈസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 4 രാജ്യങ്ങളാണ് 2020 പങ്കെടുത്തത്. ഏതൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ. മലബാർ എക്സർസൈസിന്റെ ഫേസ് 1ന്റെ വേദി ബംഗാൾ ഉൾക്കടലാണ്, ഫേസ് 2ന്റെ വേദി അറബിക്കടലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 നവംബറിൽ നടക്കുന്ന ബംഗളൂരു ടെക് സബ്മിറ്റിന്റെ പ്രമേയമാണ് നെക്സ്റ്റ് ഈസ് നൗ എന്നുള്ളത്. അപ്പോ 2020 നവംബറിൽ നടക്കുന്ന ബംഗളൂരു ടെക് സബ്മിറ്റിന്റെ പ്രമേയം നെക്സ്റ്റ് ഈസ് നൗ എന്നാണ്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ഒക്കെ വിർച്വൽ ആയിട്ട് ഈ ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. മുംബൈ ആസ്ഥാനമായുള്ള HDFC മ്യൂച്വൽ ഫണ്ടിന്റെ MD ആൻഡ് CEO ആയിട്ട് നിയമിതനായിരിക്കുന്നത് നവ്നീത് മുനോത്താണ്. അപ്പോ HDFC ബാങ്കിന്റെ CEO ആരാണ്? MD ആൻഡ് CEO ശശിധർ ജഗദീശനാണ്. HDFC മ്യൂച്വൽ ഫണ്ടിന്റെ MD ആൻഡ് CEO ആയിട്ട് നിയമിതനായിരിക്കുന്നത് നവ്നീത് മുനോത്താണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫീച്ചറാണ്. റീസെന്റ് ആയിട്ട് ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ആരംഭിച്ച മെസ്സേജ് ഡിസപ്പിയറിംഗ് ഫീച്ചറാണ് വാനിഷ് മോഡ് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ആരംഭിച്ച മെസ്സേജ് ഡിസപ്പിയറിംഗ് ഫീച്ചറിന്റെ പേര് എന്താണെന്നുള്ളത്. അപ്പോൾ അത് വാനിഷ് മോഡാണ്. ഇത് ആദ്യം ആരംഭിക്കുന്നത് വാട്സ്ആപ്പ് മെസ്സഞ്ചറിലാണ്. അതിന് സമാനമായിട്ടാണ് റീസെന്റ് ആയിട്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ ഒരു മെസ്സേജ് ഡിസപ്പിയറിംഗ് ഫീച്ചർ ആരംഭിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെ CEO നമുക്കറിയാം മാർക്ക് സക്കർബർഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ റെയിൽവേ സ്റ്റേഷനെ പറ്റിയാണ്. 2020 നവംബറിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫുഡ് ട്രക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പൂനെ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, 2020 നവംബറിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫുഡ് ട്രക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെ റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോളിവുഡ് താരം വിദ്യാ ബാലനെ പറ്റിയാണ്. പ്രമുഖ എഡ്ടെക് പ്ലാറ്റ്ഫോമായ ഗണിത പഠനം സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ക്യൂമാത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായിരിക്കുന്നത് ബോളിവുഡ് താരം വിദ്യാ ബാലനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള റീസെന്റ് ആയിട്ട് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചതായിരുന്നു റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബ്. അപ്പോൾ റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് പ്രമുഖ IT സ്ഥാപനമായ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ സേനാപതി ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ക്രിസ് ഗോപാലകൃഷ്ണനാണ് റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത്. RBIയുടെ ആസ്ഥാനം നമുക്കറിയാം മുംബൈയിലാണ്. RBIയുടെ നിലവിലെ ഗവർണർ ശ്രീ ശക്തികാന്ത് ദാസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. യൂറോപ്യൻ രാജ്യമായ മോൾഡോവയുടെ ആദ്യ വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മയ്യ സന്ധു. അപ്പോൾ ഓർമ്മിച്ചു വെച്ചാൽ മോൾഡോവയുടെ
ആദ്യ വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മയ്യ സന്തു ആണ്. മോൾഡോവയുടെ തലസ്ഥാനം ചിസീനോവോ ആണ്. മോൾഡോവയുടെ കറൻസി മോൾഡോവിയൻ ലീവ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നവംബർ മാസം 19 വേൾഡ് ടോയ്ലറ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2020 വേൾഡ് ടോയ്ലറ്റ് ഡേയുടെ പ്രമേയം സസ്റ്റൈനബിൾ സാനിറ്റേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രമേയം ഓർമ്മിച്ച് വെച്ചിരിക്കുക. 2020 വേൾഡ് ടോയ്ലറ്റ് ഡേയുടെ പ്രമേയം സസ്റ്റൈനബിൾ സാനിറ്റേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തൊരു പുസ്തകമാണ് ദ ലാസ്റ്റ് ക്വീൻ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ചിത്ര ബാനർജി ദിവാ കരുണിയാണ്. അപ്പോ ദ ലാസ്റ്റ് ക്വീൻ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ചിത്ര ബാനർജി ദിവാ കരുണിയാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് ദ ആർച്ചർ എന്നുള്ളത്. പ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്ത പുസ്തകമാണ് ദ ആർച്ചർ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 നവംബറിൽ അന്തരിച്ച പ്രമുഖ കന്നഡ എഴുത്തുകാരനും അതുപോലെ തന്നെ ജേർണലിസ്റ്റുമായ വ്യക്തിയാണ് രവി ബലാഗിയർ. അതുപോലെ തന്നെ 2020 നവംബറിൽ അന്തരിച്ച രാജസ്ഥാനിലെ സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ബൻവർലാൽ മേഘ്വാൾ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. ലോകത്തിൽ തെങ്ങിന്റെ ജനിതക ഘടന വികസിപ്പിക്കുന്ന 3ാമത്തെ രാജ്യം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാനായിട്ട് സാധിക്കും. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 നവംബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറായിട്ട് വീണ്ടും നിയമിതനായിരിക്കുന്നത്, ഒരു വർഷത്തേക്ക് കൂടെ കാലാവധി നീട്ടിയിരിക്കുന്നത് ആരാണ് എന്നതാണ് ഇന്ന് നമ്മൾ ചോദിച്ചിരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.